ബിഗ് ബോസ് മലയാളം സീസൺ 6 ജാസ്മീനും ഗബ്രിയും. ലാലേട്ടൻ വന്ന് പല എപ്പിസോഡുകളിലായിട്ട് പല ക്ലൂവും കൊടുത്തു. ഇതൊന്നും മനസ്സിലാകാത്ത രീതിയിൽ തന്നെയാണ് ഇപ്പോൾ രണ്ടുപേരും പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. പെരുമാറുക മാത്രമല്ല, ഇതിപ്പോൾ അതിര് കടന്നു പോയി എന്ന് വേണമെങ്കിൽ പറയാം. രാത്രി ആയി കഴിഞ്ഞാൽ ഇവർ രണ്ടും വേറെ ഇവരുടേതായ സ്വപ്നലോകത്താണ്. ക്യാമറ ഉണ്ടെന്നോ അടുത്ത ആളുണ്ടെന്നോ ഇതൊന്നും ഇവർക്കൊരു വിചാരമില്ല. ഇന്നലെ രാത്രി നടന്ന ഒരു സംഭവം. രാത്രി ഗബ്രിയും ജാസ്മീനും റൂമിലേക്ക് കിടക്കാൻ പോകുന്നു. അപ്പോൾ ഗബ്രി ബെന്യൻ ഊരുന്നുണ്ട്. ബെന്യൻ ഊരുമ്പോഴത്തേക്ക് ജാസ്മീൻ പറയുന്നു, എന്തുവാണ് ഈ കാണിക്കുന്നതെന്ന്. നീ കണ്ണടച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം രണ്ടുപേരും കിടക്കാൻ നേരത്ത് ജാസ്മീൻ്റെ ഇവിടെ നിന്ന് ചൊറിയുന്നുണ്ട്. ചൊറിയുമ്പോഴത്തേക്ക് ഗബ്രി ചോദിക്കുകയാണ്, നീ എന്തോ കാണിക്കുകയാണോ എന്ന്. അപ്പോൾ അവള് പറയുന്നു, കാണണമെന്ന് ജാസ്മീൻ ചോദിക്കുന്നു. അവൾ പറയുന്നു, എന്നാ കാണിക്കുന്നു. അല്ല, എന്തേ കാണണമെന്ന് പറഞ്ഞ ഉടനെ നീ കാണണമെന്ന് പറയുന്നല്ലോ എന്ന് ജാസ്മിൻ ചോദിക്കുന്നു. അപ്പോൾ അവൻ പറയുന്നു, കാണണമെന്ന് പറഞ്ഞ് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് എന്താ കാണിക്കാത്തത്, ഇതിൽ കാണിക്കാമെന്ന് പറഞ്ഞെന്നുള്ള രീതിയിൽ ഗബ്രി സംസാരിക്കുന്നു. അതിനുശേഷം ജാസ്മിൻ പറയുന്നു, ഞാൻ എൻ്റെ മോതിരമാണ് കാണിക്കാമെന്ന് പറഞ്ഞത്. ഡബിൾ മീനിങ് വരെയായി. ഡബിൾ മീനിങ് എന്നല്ല, ഇവര് ക്യാമറ പിന്നെ പറയുന്നുണ്ട് ജാസ്മിൻ, ക്യാമറയൊക്കെ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം, നമ്മൾ പല പ്രാവശ്യം മറന്നു പോകുന്നു, ഞാനും ഇപ്പം അങ്ങനെ ശ്രദ്ധിക്കാറില്ല എന്നുള്ള രീതിയിൽ. എന്തുവാണിത്? ലാലേട്ടൻ വന്നിട്ട് എല്ലാ ആഴ്ചകളിലും പറയുന്നുണ്ട്, കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോയാണിത്, കൊച്ചു കുട്ടികൾ കാണുന്ന ഷോയാണിത്. ഇതല്ലെങ്കിൽ 80+ ആയിട്ട് പ്രഖ്യാപിക്കണം ഈ ഷോ. ഇവർ രണ്ടുപേരും ഉള്ളിടത്തോളം കാലം ഇത് 80+ ആയിട്ട് തന്നെ പ്രഖ്യാപിക്കണം. അല്ലെങ്കിൽ നല്ലൊരു വാണിംഗ് ഇതിന് കൊടുക്കണം. ഞാൻ പറഞ്ഞു വന്നത്, ലാലേട്ടൻ വന്ന് അവിടെ ക്ലൂ കൊടുക്കുന്നുണ്ട് ഇവർക്ക്, നിങ്ങൾ രണ്ടുപേരും കാണിക്കുന്നത് തെറ്റാണെന്നുള്ളത്. പക്ഷെ അത് മനസ്സിലായ ഒരാളുണ്ട് ഇവരുടെ കൂട്ടത്തിൽ, ശരിക്കും മനസ്സിലായ ആൾ, അത് ഗബ്രിയാണ്. ഗബ്രി എന്ന് പറഞ്ഞാൽ കോഴികളുടെ രാജാവാണ്. ജാസ്മിന് പക്ഷേ കുറച്ചൊക്കെ മനസ്സിലായി വരുന്നുണ്ട് എന്ന് അഭിനയിക്കുകയാണോ, അതോ ഇനി മൊത്തം അറിഞ്ഞിട്ട് പോലും ഇത് ഇങ്ങനെ തന്നെ പോകട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണോ എന്നും അറിയത്തില്ല. പക്ഷേ ഗബ്രി ജാസ്മിനെ വിടാതെ പിന്തുടരുന്നുണ്ട്. ജാസ്മിനെ അവിടെ ഞാൻ കണ്ടതിൽ അവിടെ ജാസ്മിൻ ഗെയിം കളിക്കണമെങ്കിൽ ഗബ്രി അവിടെ നിന്ന് പോകണം. ഗബ്രി അവിടെ നിന്ന് പോകാതെ ജാസ്മിന് ഒരു ഇഞ്ച് പോലും ഈ ബിഗ് ബോസ് എന്ന ഗെയിം കളിക്കാൻ കഴിയില്ല. ബിഗ് ബോസ് എന്ന ഗെയിം എന്താണെന്ന് ഇവർ രണ്ടുപേരും മറന്നു കഴിഞ്ഞു. ഇനി അത് ഓർത്ത് വരണമെങ്കിൽ ഇതിലൊരാൾ ഔട്ടായേ മതിയാവും, എന്നാലേ ഒരാൾ രക്ഷപ്പെടുള്ളൂ. അതിലെനിക്ക് കൂടുതലും ഗബ്രി അവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് ജാസ്മീൻ്റെ ഒരു ഗെയിം, ആദ്യം വന്ന ജാസ്മീൻ, ആ ജാസ്മീൻ്റെ ഒരു ഗെയിം ഇനി കാണണമെങ്കിൽ ഈ കോഴി ഇവിടുന്ന് പോയേ പറ്റും. വേറൊന്നും കൊണ്ടല്ല, നമ്മളെല്ലാം രാത്രി ഇരുന്ന് കാണുന്നുണ്ട്, ശരിയാണ്. അപ്പോൾ എത്രയോ കുട്ടികൾ ഇരുന്ന് കാണുന്ന ഷോ ആയിരിക്കാം, എത്രയോ പേര് ഇരുന്ന് കാണുന്ന ഷോയാണിത്. ആ ഷോയിലാണ് വന്നിട്ട് ഇതുമാതിരി അവിടെ ഇത്രയും ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഇത്രയും ഉണ്ട്, അവരോ ഒരാൾ പോലും ഇങ്ങനെയുള്ള സംസാരവും സംസാരിച്ചതായിട്ട് ഇതുവരെയും കണ്ടില്ല. പക്ഷെ ഇവർ കാണിക്കുന്നത് ഇത് ലോക്കലായിപ്പോയി. ഇപ്പം ലോക്കൽ ഇതിലേക്ക് ബിഗ് ബോസ് മാറിക്കൊണ്ടിരിക്കുകയാണ്, വെറും ലോക്കൽ ഇതിലേക്ക്. നമ്മൾ പല സീസണുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്, ലവ് കോംബോ കണ്ടിട്ടുണ്ട്. എന്ത് രസമായിരുന്നു അതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ. വെളുക്കുന്നവരെയൊക്കെ ഇരുന്ന് കണ്ട സീസണുകളുണ്ട് ഈ ലവ് കോംബോ. അതൊക്കെ കാണുമ്പോൾ ഒരു രസമുണ്ട്, കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു രസമാണ്, കാണുമ്പോൾ എന്തൊരു രസമായിരുന്നു. ഇതിനെ എല്ലാം പറയിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സീസണായിട്ട് എനിക്ക് തോന്നുന്നു. ഇവർ രണ്ടുപേരും കാണിക്കുന്ന ഈ കോപ്രായങ്ങൾ കണ്ടിട്ടാണ് കുറേ പേര് പറയുന്നുണ്ട് എല്ലാവരും ജാസ്മിനെ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുന്നു എന്നുള്ളത്. ജാസ്മിനെ എന്ത് ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കാനാണ്? നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഈ ഷോ കാണുന്നവർക്കറിയാം, 24/7 കാണുന്നവർക്കും അറിയാം ജാസ്മിൻ അവിടെ എന്തൊക്കെയാണ് അവിടെ കാണിച്ചു കൂട്ടുന്നതെന്ന്. അവിടെ ജാസ്മിനെ പോലെ തന്നെ എത്രയോ ലേഡീസ് അവിടെ ഗെയിം കളിക്കാൻ വന്നിട്ടുണ്ട്. ശരണ്യ, ശ്രീതു, എടുത്തു പറയണമെങ്കിൽ ശരണ്യ ഉണ്ട്, ശ്രീതു ഉണ്ട്. ഇവരൊക്കെ അവിടെ എന്ത് ഇതായിട്ട് നല്ലതായിട്ട് അവർ ഇൻവിസിബിൾ ആയിരിക്കാം, അവർ ചിലപ്പോൾ ഗെയിമിലേക്ക് അങ്ങോട്ട് വന്നു കാണുന്നില്ല. പക്ഷേ അവരുടെ പെരുമാറ്റം, സത്യം പറഞ്ഞാൽ അവരുടെ പെരുമാറ്റം കണ്ട് ജാസ്മിൻ പഠിക്കണം. ജാസ്മിൻ വെളിയിൽ എന്തോ ഞാൻ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് കയറിപ്പോയതാണ്. ഇപ്പോൾ 0 ആയിട്ടാണ് അതിനകത്ത് നിൽക്കുന്നത്, വെറും പക്ക 0 ആയിട്ട്. അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഇപ്പോൾ ജാസ്മിൻ ഇല്ല. കാരണം വേറൊന്നുമല്ല, ഗബ്രി അതിന് സമ്മതിക്കുന്നേ ഇല്ല. ജാസ്മിൻ ഗബ്രിയുടെ വലയിൽ നിന്നും ജാസ്മിന് വെളിയിൽ വരണമെന്ന് ഇടയ്ക്കിടയ്ക്ക് തോന്നുന്നുണ്ടായിരിക്കാം, പക്ഷേ ഒരു സമയത്തും വരാൻ കഴിയില്ല. ഇങ്ങനെ പോയാൽ ഇനി കൂടുതലും ആ വലയിലേക്ക് മുറുകിക്കൊണ്ടേയിരിക്കും. എന്തായാലും ഇന്നത്തെ രാത്രി കണ്ട ലൈവ് ഇതാണ്. ആ ലൈവിൽ നടന്ന സംഭവങ്ങളാണ്. ഒന്ന് കാണിക്കാമോ? എന്നാ നീ കാണണോ ഒരാൾ? ഇതൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഡബിൾ മീനിങ് ഉൾപ്പെടെ പറയാൻ പറ്റില്ല. ഇനി ക്യാമറയൊക്കെ മറന്നിട്ട് ഇനി എന്തൊക്കെ കാണിക്കുമെന്നുള്ളത്.
ഇനി ബിഗ് ബോസ് അണ്ണൻ നമ്മളെ കാണിച്ചാൽ നമുക്ക് കാണാം, ഇല്ലെങ്കിൽ ബിഗ് ബോസ് അണ്ണൻ തന്നെ ഇരുന്ന് കാണും. ഇത് ഈ പോക്കാണെങ്കിൽ ബിഗ് ബോസ് സീസൺ 6 കഴിഞ്ഞ് ജാസ്മിൻ വെളിയിലിറങ്ങുമ്പോൾ ഗബ്രിക്ക് പക്ഷേ ഇത്രയും എഫക്റ്റ് ചെയ്യത്തില്ലായിരിക്കാം, പക്ഷെ ജാസ്മിന് ഇത് ഭയങ്കരമായ നെഗറ്റീവ് ഉണ്ടായി കൊടുക്കുകയും ഭയങ്കരമായി ജാസ്മിനെ ഇത് ബാധിക്കുകയും ചെയ്യും. അതിൽ യാതൊരു സംശയവുമില്ല. ഇങ്ങനെ മുന്നോട്ട് ഇതേ രീതിയിലാണ് ഇനി മുന്നോട്ട് പോകുന്നതെങ്കിൽ പിടിച്ചാൽ കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് ജാസ്മിൻ പോകും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ജാസ്മിൻ ഇപ്പോൾ അവിടെ ഗെയിമും ഇല്ല, ഒന്നുമില്ല. ജാസ്മിൻ ചുമ്മാ അവിടെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്ക് ബഹളം വെക്കുന്നു എന്നുള്ളതല്ലാതെ ജാസ്മിനെ കൊണ്ട് ഒരു കഥയുമില്ല. നല്ലൊരു പ്ലെയർ ആണെന്ന് ആദ്യമേ കൊട്ടിഘോഷിച്ച് വരികയും അവസാനം 0 ആയിട്ട് മടങ്ങേണ്ടിയും വരുന്ന ഒരു ജാസ്മിൻ. ഇപ്പോൾ ജാസ്മിൻ പുറത്താകുമെന്ന് ഞാൻ പറയുന്നില്ല, പുറത്താകാൻ ചാൻസ് കുറവാണ്. ഗബ്രീൻ പുറത്താകാൻ ചാൻസ് കുറവാണ്. വെച്ചാൽ യമുനയും അങ്ങനെയുള്ള കുറേ പേര് അവിടെ നിൽപ്പുണ്ട്. പക്ഷേ അവരവിടെ നിൽക്കുമ്പോഴും ആ യമുനയും ഇവരൊക്കെ ഇനി പുറത്തായി വരുമ്പോഴത്തേക്ക് ഇത് പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥയിലേക്ക് ഇവർ രണ്ടുപേരും എത്തിച്ചേരും. അവസാനം ബിഗ് ബോസിന് തന്നെ ചെവിക്ക് പിടിച്ച് ഇറക്കി വിടേണ്ട ഒരവസ്ഥ ചിലപ്പം ഉണ്ടായേക്കാം.